ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിബി വ്ളോഗ്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നയഗ്ര വാട്ടർഫോൾസ് ആണ് കേട്ടോ. ഞങ്ങൾ US പോയിരുന്നപ്പോഴത്തേല് നയഗ്ര ഫോൾസ് കാണാനായിട്ട് പോയി. അപ്പോൾ ആ നയഗ്ര വാട്ടർഫോൾസ് ആണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ നയഗ്ര വാട്ടർഫോൾസ്. അപ്പൊ ലോകത്ത് ഏറ്റവും വലിയ വാട്ടർഫോൾ ആയിട്ട് അറിയപ്പെടുന്നത് നയഗ്ര വാട്ടർഫോൾ ആണ്. അത് കാണാൻ ആഗ്രഹമില്ലാത്ത മനുഷ്യർ വളരെ ചുരുക്കമാണ്. ചുരുക്കമാണെന്നല്ല, എല്ലാ പേരും നയഗ്ര വാട്ടർഫോൾസിനെ കുറിച്ച് അറിയാവുന്ന എല്ലാ പേർക്കും ഈ വാട്ടർഫോൾ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എനിക്കും അതുപോലെ ഭയങ്കര ആഗ്രഹമായിരുന്നു. കണ്ടോ, ഇതാണ് നയഗ്ര വാട്ടർഫോൾസ്. എൻ്റെ ദൈവമേ, വീഡിയോയിൽ കാണുന്ന പോലൊന്നും അല്ല കേട്ടോ. നമ്മൾ ആ നേരിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. കണ്ടോ, ആ വാട്ടർഫോൾസിന്റെ ചുറ്റുമുള്ള മിസ്റ്റാണിത്. അപ്പൊ നമുക്ക് വാട്ടർഫോൾസ് ദൂരെ നിന്നാണ് കാണാൻ പറ്റുന്നത്. ബട്ട് അവിടെ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രൂയിസിലൂടെ നമ്മുടെ വാട്ടർഫോൾസിന്റെ അടുത്ത് കൊണ്ടുപോകും കേട്ടോ. വാട്ടർഫോൾസിന്റെ ആ ഉള്ളിലോട്ട്, മീൻസ് 3 സൈഡ്സിൽ നിന്നാണ് വാട്ടർഫോൾസ്. മെയിൻലി ഈ വാട്ടർഫോൾ എന്ന് പറയുന്നത് US നിന്നാണ് ഈ നയഗ്ര വാട്ടർഫോൾസ്. കണ്ടോ, ഇത് അങ്ങോട്ട് പോകുന്നത്, ആ വാട്ടർഫോൾസിന്റെ ഉള്ളിലോട്ട് പോകുന്ന ആ ഒരു ക്രൂയിസ് ആണ്. ഞങ്ങളും ഇതിൽ ആണ് പോയത് കേട്ടോ. അപ്പോൾ US നിന്നാണ് വാട്ടർഫോൾസ്. US ആക്ച്വലി നയഗ്ര വാട്ടർഫോൾസ്. അതിന്റെ ഒരു പാർട്ട് കാനഡയിൽ നിന്നും ഉണ്ട്. പക്ഷെ നമുക്ക് US നിന്നിട്ട് വാട്ടർഫോൾസ് കാണാൻ പറ്റത്തില്ല. കാനഡയിൽ നിന്നിട്ടാണ് വാട്ടർഫോൾസിന്റെ കറക്റ്റ് ആയിട്ടുള്ള വ്യൂ കിട്ടുന്നത്. കാനഡയിൽ നിന്നിട്ടാണ് കേട്ടോ. അപ്പോ എന്താ പറയുന്നത്, US സ്വന്തം സാധനം കാണുന്നത് കാനഡയിൽ നിന്ന്. അപ്പൊ കാനഡയുടെ ഒരു പോർഷനും ഉണ്ട്, കാനഡയിൽ നിന്നും വാട്ടർഫോൾസ് ഉണ്ട്. അതിന്റെ പോർഷൻ നമുക്ക് കാണുന്നത് US നിന്നിട്ടാണ്. അപ്പൊ അതാണ്. പക്ഷെ കൂടുതലും US നിന്നാണ് ഫ്ലോ. അപ്പൊ ഇത് കണ്ടത് ഒരു ഗോട്ട് ഐലൻഡ് എന്ന് പറയുന്നതാണ്. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർഫോൾസിന്റെ കറക്റ്റ് നമുക്ക് അതിനെ ടച്ച് ചെയ്യാനും വെള്ളം നമ്മുടെ ശരീരത്തിലോട്ടൊക്കെ വീഴാനൊക്കെ പറ്റും. അവിടെ നിന്ന് ഞങ്ങൾ പോയില്ല. ഇതാണ് കേട്ടോ വാട്ടർഫോൾസ്. അതിങ്ങനെ 3 സൈഡ്സിൽ ഇങ്ങനെ ചുറ്റിയിട്ടാണ് വാട്ടർഫോൾസ്. എന്താ പറയുന്നത്, ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. മീൻസ് ആ ക്രൂയിസിലുണ്ടായിരുന്ന സകല ആൾക്കാരും ബോട്ടിൽ നിന്നിട്ട് എന്താ പറയുന്നത്, മൈ ഗോഡ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആ ഒരു മിസ്റ്റൊക്കെ നമ്മുടെ ശരീരത്തിൽ വീഴുമ്പോഴത്തേല് നമ്മൾ അനുഭവിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അറിയാതെ ദൈവത്തിനോട് നമ്മൾ നന്ദി പറഞ്ഞു പോകുന്ന ഒരു അവസരമാണിത്. കാരണം ഇത്രയും ഭംഗിയിൽ ദൈവം ലോകത്തെ സൃഷ്ടിച്ചു. അതിൽ ഇത്രയും കാര്യങ്ങൾ, കാരണം മാൻമെയ്ഡ് ആയിട്ടുള്ളതല്ല, ഇതൊക്കെ പ്രകൃതിയിൽ തന്നെ ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഭംഗി എന്ന് പറയുന്നത് നമുക്ക് ഇത് കണ്ട് അതിനെ പോയി ടച്ച് ചെയ്യുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. ക്യാമറ ഐസിൽ കൂടെ എത്രത്തോളം മനസ്സിലാകും എന്ന് എനിക്കറിയില്ല. ബട്ട് ഇങ്ങനെയൊക്കെയാണ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത്രയും ഭംഗിയായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഓർക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. അത് ആ ഫീൽ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ ഇങ്ങനെയാണ് വാട്ടർഫോൾസ് കണ്ടോ, അതൊരു കേർവ്ഡ് ആയിട്ടാണ് കണ്ടോ, ഇങ്ങനെ 3 സൈഡ്സ് ചുറ്റിയിട്ടാണ് വാട്ടർഫോൾസ്. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഇതിൽ ഞാൻ ഏറ്റവും കണ്ട ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഭയങ്കര ക്ലിയർ വാട്ടറാണ്. ഒരു ചെളിയോ ചേറോ ഒന്നുമില്ല, ഭയങ്കര ക്ലിയർ. നമ്മളെ വാട്ടർ ഇങ്ങനെ അട്രാക്ട് ചെയ്യും, അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നയഗ്രയുടെയും നയഗ്ര റിവറിന്റെ 2 ബോർഡേഴ്സ് ആണ്. മീൻസ് 2 സൈഡിലാണ് US കാനഡയും സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഈ ഒരു റിവറാണ് ഇതിനെ രണ്ടിനെയും എന്താ പറയുന്നത്, ഈ അകറ്റി നിർത്തിയിരിക്കുന്നത്. മീൻസ് 2 ബൗണ്ടറീസ് ആണ് ഇത് രണ്ടും. അപ്പോൾ ഇതിന്റെ നയഗ്ര റിവറിന്റെ ഒരു സൈഡ് കാനഡ, ഒരു സൈഡ് US. ഒരു ബ്രിഡ്ജ് ഉണ്ട്, റെയിൻബോ ബ്രിഡ്ജ് എന്നാണ് അതിന് പറയുന്നത്. ആ റെയിൻബോ ബ്രിഡ്ജ് ആണ് ഇതിനെ രണ്ടിനെയും ക്രോസ് ചെയ്യുന്നത്. അത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് കാനഡയിലോട്ട് പോകാനോ US പോകാനോ. 2 സ്ഥലത്തോട്ട് പോകുമ്പോഴത്തേലും നമുക്ക് വിസ വേണം. വിസ ഇല്ലാതെ നമുക്ക് കാനഡയിലോട്ട് കടക്കണമെങ്കിൽ കാനഡ വിസ വേണം, US കടക്കണമെങ്കിൽ US വിസ വേണം. പക്ഷെ
ഇതിനെ രണ്ടിനെയും എന്താ പറയുന്നത് വേർതിരിക്കുന്നത് ഈ ഒരു റിവറാണ്. ഈ റിവറിന്റെ അകത്ത് നമുക്ക് ഇപ്പം കനേഡിയൻസും അതെ, അവർക്കും ഇതുപോലെ ഈ റിവറിൽ കൂടെ ക്രൂയിസ് ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ വാട്ടർഫോൾസിന്റെ അടുത്ത് വരെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ചെയ്യും. കണ്ടോ, ഇതാണ് കേട്ടോ വാട്ടർഫോളിന്റെ കറക്റ്റ് പിക്ചർ. പക്ഷെ എനിക്ക് ദൈവത്തോട് എന്നും തീരാത്ത നന്ദിയുണ്ട്. കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് മനുഷ്യ ജീവിതത്തിലൊക്കെ ഇതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ആളാണ് ഞാൻ. എന്നെ ഇവിടെ എത്തിച്ചതിനും ഇത് കാണാൻ സാധിച്ചതിനും എൻ്റെ ഹസ്ബൻഡിനോട് തീരാത്ത താങ്ക്സ്. ഹസ്ബൻഡിന്റെ ബ്രദറിനോടും വൈഫിനോടും ജോബി ആൻഡ് അനു വെരി വെരി താങ്ക്ഫുൾ. കാരണം ഇവിടെ കൊണ്ടുപോയി ഞങ്ങൾ ഓരോ സ്ഥലവും കാണിക്കുക എന്നുള്ളത് അവരുടെ മനസ്സിന്റെ വലിപ്പമാണ്. അതിന് എനിക്ക് എത്ര നന്ദി പറഞ്ഞിരുന്നിരുന്നാലും മതിയാവില്ല. എൻ്റെ ഹസ്ബൻഡിനോടും അതെ, ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്. ഇതാണ് കേട്ടോ രാത്രിത്തെ വ്യൂ. അപ്പൊ ഞങ്ങള് തലേദിവസം രാത്രിയാണ് നയഗ്ര വാട്ടർഫോൾസിന്റെ രാത്രിയും അവിടുത്തെ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. ഇങ്ങനെ കളേഴ്സ് ഒക്കെ കൊടുത്തിട്ട് വാട്ടർഫോൾസിൽ ലൈറ്റ് വരുമ്പോഴുണ്ടായിരുന്ന കണ്ടോ, ഇത് റെയിൻബോ കളേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതില് വാട്ടർഫോൾസ് കണ്ടാൽ നമുക്കൊരു പിക്ചർ പോലെ തോന്നും. അല്ല, ഇത് ഒറിജിനൽ ആണ്. വാട്ടർഫോൾസിൽ അവര് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് കൊടുക്കും. അപ്പൊ അതിന്റെ ബ്യൂട്ടി വേറൊന്നാണ്. അപ്പൊ ഇത് കാനഡ സൈഡാണ്. ഞങ്ങൾ രാത്രി അവിടെ വന്നത് ഇത് കാണാൻ വേണ്ടിയിട്ടും പിന്നെ എൻ്റെ മോള് രാത്രി അവിടെ വരും എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മോളെ ഒന്ന് കാണാനായിട്ട് അത്രയും ആഗ്രഹിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. അപ്പൊ മോളെ ഒന്ന് കാണാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഇതിലാണ്. മോൾക്ക് US വിസയും ഇല്ല, എനിക്ക് കാനഡ വിസയും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പൊ ഇതാണ് ആ ബ്രിഡ്ജ് കേട്ടോ, പെഡസ്ട്രിയൻ ബ്രിഡ്ജ് ആണ്. ഇതിലേക്കൂടെ നടന്ന് നമുക്ക് കാനഡയിലോട്ട് പോകും. കാനഡക്കാർക്ക് ഇങ്ങോട്ട് US വരാം. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ വിസ വേണം. അപ്പൊ മോള് അവളുടെ പെർമിറ്റ് എടുത്തിട്ട് വരാന്ന് പറഞ്ഞു. ഞാൻ ഭാഗ്യത്തിന് പാസ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വെച്ചിട്ട് മോളെ കാണാമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ബ്രിഡ്ജിൽ വന്നു കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജിൽ വെച്ച് ഞങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ മോളെ നയഗ്ര വാട്ടർഫോൾസ് തലേദിവസം അതിന്റെ ബ്യൂട്ടി കാണുന്നതിനേക്കാൾ ഉപരി ഇതാണ് കേട്ടോ, നമ്മൾ കാനഡയിലോട്ട് കടന്നു പോവേണ്ട ആ ഒരു ബോർഡർ ആണത്. കാറൊക്കെ കണ്ടോ, അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിസ കാണിച്ചിട്ടേ അപ്പുറത്ത് പോകാൻ പറ്റുള്ളൂ. അതിന്റെ ഇപ്പുറത്ത് ഇതാണ് US ബോർഡർ ആണ്. അപ്പൊ മോള് ഇവിടെ വരാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ മോളെ കാണാനുള്ള ഒരു ഭയങ്കര അതിതീവ്രമായിട്ടുള്ള ആഗ്രഹമായിരുന്നു എനിക്ക്. എന്തായിരുന്നിരുന്നാലും മോള് അവിടെ രാത്രി 11 മണിയായപ്പോഴാണ് വന്നത്. മൂത്ത മോളും ഹസ്ബൻഡും മാത്രമേ അവരെ രണ്ടുപേരെയും മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ സന്തോഷം കൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവര് വരുന്നതിന് മുന്നായിട്ട് അവിടെയുള്ള ഇതൊക്കെ ഒന്ന് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. കാരണം മോൾക്ക് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ പെർമിറ്റ് ഒക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അവള് പെർമിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടില് വേറെ ആളെ വിളിച്ചു പറഞ്ഞ് അവിടുന്ന് ഒരു 2 hours കഴിഞ്ഞിട്ടൊക്കെയാണ് വന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.